ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന 60 ലക്ഷത്തോളം പേർക്ക് ഒരു മാസത്തെ പെൻഷൻ തുകയായ 1600 രൂപ വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ മുഖ്യമന്ത്രി വിദേശത്ത് നിന്ന് തിരിച്ചു വന്നതോടെ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ്. നിലവിൽ ഡിസംബർ മുതൽ ഏപ്രിൽ മാസം വരെയുള്ള 5 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് സംസ്ഥാന സർക്കാർ നൽകുവാനുള്ളത്. ഓരോരുത്തർക്കും 8000 രൂപ വീതമുള്ള ഈ കുടിശ്ശിക നൽകണമെങ്കിൽ പക്ഷേ സർക്കാരിന് 4800 രൂപയോളം കണ്ടെത്തേണ്ടി വരും. അടുത്ത കാലത്തൊന്നും ഇത്രയും തുക ക്ഷേമ പെൻഷന് മാത്രമായി കണ്ടെത്തുവാൻ സർക്കാരിന് സാധിക്കില്ലെന്ന ബോധ്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്നാണ് മെയ് മാസത്തിൽ ഒരു മാസ പെൻഷൻ ഗഡുവായ 1600 രൂപ നൽകുവാൻ തീരുമാനമായത്. ഡിസംബർ മാസത്തിലെ കുടിശ്ശിക പെൻഷനായ 1600 രൂപ ആയിരിക്കും മെയ് മാസത്തിൽ വിതരണം ചെയ്യുക. ഇതിനായി റിസർവ് ബാങ്ക് വഴി കടമെടുക്കുവാനാണ് സർക്കാർ നീക്കം. കേന്ദ്ര സർക്കാരിൻ്റെ വായ്പാ അനുമതി ലഭിച്ചാൽ ഉടൻ കടമെടുക്കും. എന്നാൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ച് 2 മാസമായിട്ടും വായ്പാ അനുമതി രേഖ നൽകാതെ കേന്ദ്രം കേരളത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. സാധാരണ ഏപ്രിൽ മാസത്തിൽ തന്നെ ഇത് നൽകാറുണ്ട്. വായ്പാ അനുമതിക്കായി കത്തയച്ച് കാത്തിരിക്കുകയാണ് കേരള സർക്കാർ. ഈ വർഷം എത്ര വായ്പയെടുക്കാം, അതിൽ ഡിസംബർ വരെയുള്ള പരിധി എത്ര എന്നെല്ലാം നിർണയിച്ച് കേന്ദ്രം നൽകുന്ന വായ്പാ അറിയിപ്പാണ് കേരളത്തിന് ലഭിക്കേണ്ടത്. അത് കിട്ടിയാൽ മാത്രമേ റിസർവ് ബാങ്ക് വഴി വായ്പ എടുക്കുവാൻ സംസ്ഥാനത്തിന് കഴിയുകയുള്ളൂ. ഈ വർഷം 37,512 കോടിയോളം വായ്പ എടുക്കാമെന്നാണ് ധാരണ. ഏപ്രിൽ മാസത്തിൽ 5000 കോടിയുടെ താൽക്കാലിക വായ്പാനുമതി കേരളം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ 3000 കോടി രൂപ മാത്രമാണ് കേന്ദ്രം അനുവദിച്ചത്. പിന്നാലെ വാർഷിക വായ്പ സംബന്ധിച്ച അറിയിപ്പും വരേണ്ടതായിരുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഇതിന് തടസ്സമല്ല. അർഹമായ വായ്പയെടുക്കാൻ അനുവദിക്കാത്ത കേന്ദ്ര നിലപാടിനെ സംസ്ഥാനം സുപ്രീം കോടതിയിൽ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. ഇത് ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. കേസ് പിൻവലിച്ചാൽ വായ്പാനുമതി നൽകാമെന്ന വിചാരണ വേളയിൽ കേന്ദ്രം പറഞ്ഞിരുന്നു. എന്നാൽ സംസ്ഥാനം വഴങ്ങിയില്ല. മെയ് മാസത്തിൽ 16,638 പേരാണ് സർക്കാർ സർവീസിൽ നിന്നും വിരമിക്കുന്നത്. ഈ വർഷം സർവീസ് അവസാനിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷവും മെയ് മാസത്തിലാണ് വിരമിക്കുക. ഇവരുടെ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് 9,151 കോടിയോളം രൂപ വേണ്ടിവരും. പുറമെ ശമ്പളവും പെൻഷനും നൽകാൻ 5,500 കോടിയും കണ്ടെത്തണം. 5000-ലേറെ കോടി രൂപയെങ്കിലും വായ്പയായി കണ്ടെത്തിയാൽ മാത്രമേ ഈ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ കഴിയൂ. വിരമിക്കുന്നവർക്ക് ആനുകൂല്യം നൽകുന്നത് നീട്ടിവയ്ക്കുന്നതിനുള്ള സാധ്യതകൾ സർക്കാർ തേടുന്നുണ്ട്. ട്രഷറി നിക്ഷേപമായി മാറ്റിയ ശേഷം പിന്നീട് പണം ലഭ്യമാകുന്ന മുറയ്ക്ക് നൽകാനാണ് നീക്കം. വിരമിക്കൽ പ്രായം കൂട്ടുന്നതും സർക്കാരിൻ്റെ ആലോചനയിലുണ്ട്. കടമെടുക്കുന്നതിനുള്ള അനുമതി പത്രത്തിനായി കേന്ദ്ര ധനമന്ത്രാലയവുമായി വീണ്ടും സംസ്ഥാന സർക്കാർ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ ആഴ്ച തന്നെ അനുമതി പത്രം ലഭിക്കുമെന്നും മെയ് 31-നുള്ളിൽ പെൻഷൻ വിതരണം തുടങ്ങാൻ കഴിയുമെന്നുമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഇൻഫർമേഷനുകൾ കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതാണ്.